എത്രയും വേഗം കരാറിലെത്താൻ തയ്യാറാകണമെന്നും ഹോർമുസിൽ തടസ്സം സൃഷ്ടിച്ചാൽ ഗുരുതര പ്രത്യാഘാതമെന്നും ഇറാന് ട്രംപിന്റെ മുന്നറിയിപ്പ്. എന്നാൽ തങ്ങൾ നിർദ്ദേശിച്ച ഭാഗത്തുകൂടി അനുമതിയോടെയല്ലാതെ കപ്പലുകൾ പോകാൻ ശ്രമിച്ചാൽ ശക്തമായി നേരിടുമെന്ന് IRGC നാവികസേനയും വ്യക്തമാക്കി. ഇന്നലെ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ 2 യാത്രാ ബോട്ടുകൾ തകർന്ന് 5 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി ഇറാൻ അറിയിച്ചു. ഹോർമുസിൽ കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് US സെൻട്രൽ കമാൻഡ് പറഞ്ഞു. സംഘർഷം രൂക്ഷമായതോടെ പ്രകോപന നീക്കങ്ങൾ ഉപേക്ഷിച്ച് സംയമനം പാലിക്കാൻ മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചു. MC നാസർ വിവരങ്ങൾ നൽകും. MC ഇടയ്ക്ക് മധ്യസ്ഥ ചർച്ച സജീവമാവുകയും ഒരു സമാധാന കരാറിലേക്ക് എത്തിച്ചേർന്നേക്കും, ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായേക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ മുന്നോട്ട് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഹോർമുസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വെല്ലുവിളികൾ, മുന്നറിയിപ്പുകൾ തുടരുകയാണ് ഇറാനും അമേരിക്കയും. അത് എത്ര കണ്ട് ഈ മേഖലയെ, ഈ സംഘർഷം, ആശങ്ക അത് രൂക്ഷമാക്കുന്നു? ദിവ്യ, 2 ഘടകങ്ങളാണ് ഇപ്പോൾ ഇന്ന് ഉണ്ടായിരിക്കുന്ന വാർത്താ മാറ്റങ്ങളിൽ കാര്യമായിട്ട് നമ്മൾ കാണേണ്ടത്. ഒന്ന്, ഒരു പ്രതീക്ഷ നൽകുന്ന ഘടകം എന്നത് ആശയവിനിമയം ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ വളരെ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. പുറമേക്ക് ഇത്രയും പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളും അതോടൊപ്പം തന്നെ നടപടികളും ഒക്കെ തുടരുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് പാകിസ്ഥാനെ മധ്യസ്ഥ രാജ്യമാക്കി നിലനിർത്തിക്കൊണ്ട് തന്നെ ആശയവിനിമയം തുടരുന്നത്. പക്ഷെ അതിൻ്റെ സ്വഭാവവും അതിൻ്റെ വ്യാപ്തി എത്ര കാലം അത് നീണ്ടു നിൽക്കും എന്നത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള സൂചനകൾ ലഭ്യമല്ല. പക്ഷെ അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒരാഴ്ച കാലത്തെ സമയപരിധി കൂടിയാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്. അതിനിടയിൽ കരാറിലേക്ക് എത്തിച്ചേരണമെന്നാണ് മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ മുഖേന ഇറാനെ അറിയിച്ചിരിക്കുന്നത്. അതല്ലാത്തൊരു സാഹചര്യത്തിൽ താൻ കടുത്ത നടപടികൾക്ക് തയ്യാറാകും എന്നാണ് ഇപ്പോൾ ട്രംപ് മുന്നറിയിപ്പ് നൽകിയതെന്നാണ് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ നൽകുന്ന ഒരു റിപ്പോർട്ട്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് വളരെ ദിവ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങളാണ് 2 രാജ്യങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് വളരെ സ്മാർട്ടായിട്ടൊരു കരാറിൽ പെട്ടെന്ന് തന്നെ എത്തിച്ചേരണം, അതല്ല എങ്കിൽ കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. പക്ഷേ ആളുകളെ കൊല്ലുക എന്നത് തങ്ങൾക്ക് താല്പര്യമുള്ളൊരു കാര്യമല്ല, അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കരുത് എന്നാണ് അല്പം മുമ്പ് നടത്തിയ പ്രതികരണത്തിൽ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ നാവികസേന നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് കാരണം ഏതെങ്കിലും അർത്ഥത്തിൽ തങ്ങളുടെ ഈ ഒരു സമുദ്രപരിധിയിലൂടെ, ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾ കൊണ്ടുപോകാനാണ് അമേരിക്കയുടെയും മറ്റും താല്പര്യത്തിന്റെ പുറത്ത് ആരെങ്കിലും തുനിയുകയാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾക്കെതിരെ, അത്തരം കപ്പലുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഇന്ന് രാത്രി നടത്തിയിരിക്കുന്ന പ്രതികരണത്തിൽ ഇറാന്റെ നാവികസേന വക്താവ് തന്നെ അറിയിച്ചിരിക്കുന്നത്. അല്പം മുമ്പ് US സെൻട്രൽ കമാൻഡിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആവിഷ്കരിച്ചിരിക്കുന്ന ഫ്രീഡം പ്രൊജക്ട്, അതായത് ഈ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്ക് കടക്കാനുള്ള സുരക്ഷ ഒരുക്കുന്ന ആ സംവിധാനം, അത് ആരംഭിച്ചു കഴിഞ്ഞതായിട്ടാണ് ഇപ്പോൾ US സെൻട്രൽ കമാൻഡ് അൽ ജസീറ ചാനലിന് നൽകിയിരിക്കുന്ന പ്രതികരണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഈ കപ്പലുകൾക്ക് സുരക്ഷ നൽകി അമേരിക്ക തങ്ങളുടേതായ നിലക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾ കൊണ്ടുപോകാൻ തുനിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് ഇറാന്റെ നാവികസേനയും മറ്റും പൂർണ്ണമായിട്ടും ഒരു തകർച്ച നേരിട്ടൊരു സാഹചര്യത്തിൽ ആ അർത്ഥത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രതിരോധം ഉയർത്താൻ ഇറാന് സാധിക്കുകയില്ല എന്നാണ്. പക്ഷേ വളരെ ശക്തമായി തന്നെ ഡ്രോൺ ആക്രമണങ്ങളിലൂടെയും മിസൈൽ ആക്രമണങ്ങളിലൂടെയും സൈനിക ബോട്ടുകൾ നിരത്തിയും ഈ പ്രക്രിയ തങ്ങൾ തടയുമെന്നാണ് ഇറാൻ സൈന്യവും മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഹോർമുസ് തീരത്ത് പ്രകോപനപരമായ പ്രതികരണങ്ങൾ അത് ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി വരികയാണ്. അത് മധ്യസ്ഥ ശ്രമങ്ങളെ ഏതൊക്കെ രീതിയിലാണ് എഫക്ട് ചെയ്യുന്നത്? ദിവ്യ, തീർച്ചയായിട്ടും ഇന്നിപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം അതാണ്. ഈ സംയമനം ആണ് ഈ ഘട്ടത്തിൽ പുലർത്തേണ്ടത്. കാരണം ചർച്ചകൾ ഒരു ഭാഗത്ത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പല ഉപാധികളും, കാരണം 14 ഉപാധികളായിരുന്നു ഇറാൻ മുന്നോട്ട് വെച്ചത്. നേരത്തെ 9 ഉപാധികൾ അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നു. അതിനിടയിൽ പരമാവധി ഭിന്നതകൾ കുറച്ചു കൊണ്ടുവരാനുള്ള ഒരു നയതന്ത്ര ചർച്ചകളും നീക്കങ്ങളുമാണ് തുടരുന്നത്. തങ്ങൾ മാത്രമല്ല, മേഖലയിലെ പല രാജ്യങ്ങളും ഈ ചർച്ചയിൽ ഇരു കൂട്ടർക്കുമിടയിൽ മധ്യവർത്തികളായി നിലനിൽക്കുന്നുണ്ട്. ഈജിപ്ത്, തുർക്കി
തുർക്കി, സൗദി അറേബ്യ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുടെയും പേരുകൾ തന്നെ പാകിസ്ഥാൻ പരാമർശിക്കുന്നുണ്ട്. അത്തരമൊരു നീക്കം നടക്കുന്ന ഘട്ടത്തിൽ പ്രകോപനപരമായിട്ടുള്ള കൂടുതൽ ആപൽക്കരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുപോകരുത്. വെടിനിർത്തലിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുകയും ആ വെടിനിർത്തൽ കരാർ വ്യവസ്ഥകൾ പാലിക്കുകയും വേണമെന്നാണ് അമേരിക്കയോടും ഇറാനോടും പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഏകപക്ഷീയമായിട്ട് ഇപ്പോൾ ഈ കപ്പൽ പാതയിലൂടെ തങ്ങളുടേതായിട്ടുള്ള സുരക്ഷയിൽ എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾ കൊണ്ടുപോകാനുള്ള ആ പദ്ധതിയുമായിട്ടാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നതെങ്കിൽ ചർച്ചകൾ പോലും പൂർണ്ണമായിട്ട് മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ പോലും ആ സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ഒമാൻ തീരത്തു നിന്ന് പുറപ്പെട്ട 2 ബോട്ടുകൾക്ക് നേരെയാണ് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായത്. 5 പേർ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് കൊല്ലപ്പെട്ടു. അപ്പോൾ അതോടുകൂടിയാണ് ഈ മേഖല കൂടുതൽ കലുഷിതമായിട്ട് മാറിയിരിക്കുന്നത്. അത്തരം സാഹചര്യങ്ങൾ ചെറുക്കാൻ ഇരുകൂട്ടരും തയ്യാറാകണമെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ദിവ്യ, പ്രകോപന നീക്കം തുടരുകയാണ്. ഇറാനും അമേരിക്കയും മധ്യസ്ഥ ശ്രമങ്ങളും പ്രതിസന്ധിയിലാണ്. വിവരങ്ങളാണ് MC നാസർ നൽകിയത്.